വെൽക്കം ബാക്ക് ടു ബ്യൂട്ടിഫുൾ വ്ളോഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വർക്കലയാണ്. ഒരുപാട് മനോഹരമായിട്ടുള്ള ബീച്ചസും റിസോർട്ടും കഫേസൊക്കെ ഉള്ള സ്ഥലമാണ് വർക്കല. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നാഷണൽ മോണുമെന്റ് ആയിട്ട് പ്രഖ്യാപിച്ച ഒരു സ്ഥലമാണ് വർക്കല. വർക്കല ശിവഗിരി സ്റ്റേഷനിൽ നിന്ന് വെറും 4 കിലോമീറ്റർ മാറിയിട്ടാണ് വർക്കല ക്ലിഫ് ഉള്ളത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് വർക്കല. മോസ്റ്റ് ഹാപ്പനിങ് സ്ഥലമാണ് വർക്കല ക്ലിഫ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഈവനിങ് വൈബും അതേമാതിരി ഇവിടെയുള്ള സുവനീർ ഷോപ്പും കഫേസും റിസോർട്ട്സും അതേമാതിരി ഈ ക്ലിഫിലുള്ള ഷോപ്പിങ്ങും ഒക്കെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. സോ വർക്കല വരികയാണെങ്കിൽ ഈ ക്ലിഫിലെ ഈവനിങ്ങും നൈറ്റ് ലൈഫൊക്കെ ഒന്ന് നിങ്ങൾ എൻജോയ് ചെയ്യണം. ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ വർക്കലയിൽ നിന്ന് 17 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ കയാക്കിംഗ് സ്പോട്ടിലേക്കായിരുന്നു യാത്ര. ഇവിടെ എത്തിയതിനു ശേഷം ഒരു 10 മിനിറ്റ് അവരുടെ ബ്രീഫിംഗ് ക്ലാസ്സും എങ്ങനെ കയാക്ക് ചെയ്യണമെന്നും കൂടി അവർ പറഞ്ഞു തരും. അതിനുശേഷം നമ്മൾ 2 മണിക്കൂറോളം കണ്ടൽക്കാടിലൂടെ കയാക്ക് ചെയ്തു പോകും. ലൈഫിൽ ഒരു വട്ടെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം ഇത്. നമ്മുടെ അടുത്ത യാത്രാ ലൊക്കേഷൻ ബ്ലാക്ക് സാൻഡ് ബീച്ചാണ്. വർക്കലയിൽ നിന്ന് വെറും 1 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ബീച്ചുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബ്ലാക്ക് സാൻഡ് ബീച്ചിൻ്റെ അടുത്താണ്. നമുക്ക് ഫ്രണ്ടിൽ ഫ്രെയിം കാണാം, അടിപൊളി ഫ്രെയിമാണ്. ഈ ഒരു ബ്ലാക്ക് സാൻഡ് ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തോറിയം ഓക്സൈഡ്, അതായത് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിൻ്റെ കണ്ടൻസ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ബ്ലാക്ക് സാൻഡ് ബീച്ചെല്ലാം ബ്ലാക്ക് ആയിട്ട് നമുക്ക് കാണുന്നത്. ട്രിവാൻഡ്രം കൊല്ലം ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന അടുത്തൊരു ഫേമസ് ബീച്ചാണ് കാപ്പിൽ ബീച്ച്. കാപ്പിൽ ബീച്ചെല്ലാം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ അടുത്തൊരു ബ്യൂട്ടിഫുൾ ബീച്ചാണ് വേട്ടേക്കാട് ബീച്ച്. അടുത്ത നമ്മുടെ യാത്ര വർക്കലയിൽ നിന്ന് 30 കിലോമീറ്റർ മാറിയിട്ട് ജഡായു എർത്ത് സെൻറ്ററിലേക്കാണ്. രാമായണ കഥയുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട സ്ഥലമാണ് ചടയമംഗലത്തുള്ള ഈ ഒരു ജഡായു എർത്ത് സെൻറ്റർ. രാമായണം അനുസരിച്ച് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുന്നതിനിടയിൽ രക്ഷിക്കാനായി എത്തിയ ജഡായു രാവണനായി ഏറ്റുമുട്ടി ചിറകറ്റു വീണ സ്ഥലമാണ് ജഡായു എർത്ത് സെൻറ്റർ. അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. സോ ഇനി നിങ്ങൾ വർക്കല വരികയാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഈ പ്ലേസസ് ഒക്കെ പോയി കാണണം. ഒരു 2 days നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും.